പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നാളെ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജി നന്ദ്യാട്ട്, ബി രാകേഷ് എന്നിവരാണ് മത്സരരംഗത്ത്. കല്ലിയൂർ ശശി, ലിസ്റ്റിൻ സ്റ്റീഫൻ, സംവിധായകൻ വിനയൻ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി ചൂണ്ടിക്കാട്ടി സാന്ദ്ര തോമസ് നൽകിയ ഹർജിയിൽ അനുകൂല വിധിയുണ്ടായാൽ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറി ട്രഷറർ സ്ഥാനത്തേക്ക് മാത്രം മത്സരിക്കാനാണ് സജി നന്ദ്യാട്ടിന്റെ തീരുമാനം. ഇതിനിടയിൽ അനിൽ തോമസ് സജി നന്ദ്യാട്ട് തർക്കം പരസ്യപ്പോരിലേക്ക് നീങ്ങി. അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് വളരെ പ്രധാനമാകുന്നു. സ്മിത, നിർമ്മാതാക്കളുടെ സംഘടന കലുഷിതമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലൂടെയായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഏതായാലും ഇന്ന് സാന്ദ്ര തോമസിന്റെ കേസിൽ ഒരു വിധി എറണാകുളം സബ് കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ടാണ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചത്. ഏതായാലും ആ ഒരു കേസിൽ ഇപ്പോൾ വിധി വരാനിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും വിധി? സാന്ദ്ര തോമസിനെ മത്സരിക്കുവാനുള്ള അനുമതി കോടതിയിൽ നിന്ന് ലഭിക്കുമോ എന്ന ഒരു പ്രശ്നവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നിലവിലുള്ള ചിത്രത്തിൽ വലിയൊരു മാറ്റം വരും. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് സജി നന്ദ്യാട്ടും അതുപോലെ തന്നെ ബി രാകേഷുമാണ്. അതുകൂടാതെ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫനും സംവിധായകനും വിനയനും കലിയൂർ ശശിയും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുവാനും ഒരുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതായത് ഈ സാന്ദ്ര തോമസിന്റെ വിധിയിൽ അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് സാന്ദ്ര തോമസിന് ഉണ്ടാകുന്നത് എങ്കിൽ ഈ ഒരു മത്സരത്തിന്റെ ചിത്രം മാറി സജി നന്ദ്യാട്ട് പ്രസിഡന്റ് സ്ഥാനത്തിന് പകരം ട്രഷറി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാന്ദ്ര തോമസിന്റെ ഒരു വിവാദം നിലനിൽക്കുമ്പോൾ തന്നെ സജി നന്ദ്യാട്ടും ബി അനിലും തമ്മിലുള്ള ഒരു തർക്കവും ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാന്ദ്ര തോമസിന്റെ വിധി വരാനിരിക്കുന്നത്. സ്മിത, അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.